മുഖ്യമന്ത്രി നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകൾ വന്നപ്പോൾ ചോദിച്ചിരുന്നൊരു കാര്യം, കൊടുത്ത പൈസയ്ക്ക് കൃത്യമായിട്ട് നികുതി അടച്ചിട്ടുണ്ട്, പിന്നെ എങ്ങനെയാണ് ഇത് കള്ളപ്പണമാവുക എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അല്ല, അവിടെ ഈ ROCയുടെ കണ്ടെത്തലിലുള്ള ചില കാര്യങ്ങളുണ്ട്. CMRൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോജിക്കിന് ഹാജരാക്കാനായില്ലെന്നാണ് ബംഗളൂരു ROCയുടെ കണ്ടെത്തൽ. കാരണം ഇവിടെ CPMകാരടക്കം പറഞ്ഞത് നേരത്തെ ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലായിരുന്നല്ലോ ആദ്യം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അവരുടെ കണ്ടെത്തൽ അതിനു മുമ്പ് എക്സാലോജിക്കിനോട് അല്ലെങ്കിൽ വീണ വിജയനോട് അവരുടെ ഭാഗം കേട്ടില്ല, അവരുടെ ഭാഗം കേൾക്കാതെയാണ് ഇങ്ങനെ ഒരു കണ്ടെത്തൽ എന്നൊരു വിമർശനമായിരുന്നു നടത്തിയിരുന്നത്. പക്ഷേ ROC കൃത്യമായിട്ട് ഇവരിൽ നിന്ന് വിശദീകരണം തേടിയിട്ടുണ്ട്. ആ വിശദീകരണം തേടിയതിൽ നിന്ന് CMRൽ നിന്ന് പണം വാങ്ങിയത് എന്ത് സേവനത്തിനാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് കഴിഞ്ഞിട്ടില്ല എന്ന ഗുരുതരമായ കണ്ടെത്തലുണ്ട്. ഇത് പിഴയും തടവ് ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എക്സാലോജിക്ക് സ്വീകരിച്ച പണത്തിന് അവർ GST അടച്ചിട്ടുണ്ട്. ഈ പണം സ്വീകരിച്ചത് എന്ത് സേവനം നൽകിയിട്ടാണ് എന്നത് കാണിക്കേണ്ടതില്ല എന്നാണോ? എനിക്കറിയില്ല, എന്ത് സേവനമാണ് എന്ന് വിശദീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതാണ് ഇതിൻ്റെ വസ്തുത. ആകെയുള്ളത് ഇതിന് GST, ഈ തുകയ്ക്ക് GST അടച്ചിട്ടുണ്ട്, അവർ സ്വീകരിച്ച തുകയ്ക്ക് GST അടച്ചിട്ടുണ്ട് എന്നത് മാത്രമാണ്. ആ തുക എന്തിനു വാങ്ങിച്ചു, എന്ത് സേവനമാണ് അവർ നൽകിയത് എന്ന കാര്യത്തിലൊന്നും ഒരു വ്യക്തതയുമില്ല. അപ്പോൾ ഈ GST അടച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് CPM നേതാക്കളൊക്കെ ഇത് നിയമപരമാണ്, ഇതിലൊരു ക്രമക്കേട് നടന്നിട്ടില്ല എന്ന രീതിയിൽ വാദിക്കുന്നത്. എന്നാൽ ആ വാദങ്ങളെ എല്ലാം പൊളിക്കുന്ന രീതിയിൽ, അതിനെല്ലാം അസ്ഥാനത്താക്കുന്ന രീതിയിലുള്ള പുതിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. AK ബാലനും EP ജയരാജനും ഒക്കെ ആയിരുന്നു ഈ GST അടച്ചതിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഇടപാടിനെ ഏറ്റവും നന്നായി ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പുതിയ കണ്ടെത്തൽ, ROCയുടെ പുതിയ കണ്ടെത്തലും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ പുറത്തു വന്നപ്പോൾ CPM നേതാക്കൾ ഇപ്പോൾ ഇതിനെ ന്യായീകരിക്കാൻ കുറെ കൂടി ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. AK ബാലന്റെ പ്രതികരണം കാണാം. കൊടുക്കേണ്ട രേഖകളെല്ലാം പരിപൂർണമായും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബോർഡുണ്ടല്ലോ, റിപ്പോർട്ടിൽ ഉണ്ടാകില്ലെന്ന്, റിപ്പോർട്ടിൽ അങ്ങനെ പലതും വന്നിട്ടില്ലല്ലോ. റിപ്പോർട്ടിൽ അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇനി CMRLന്റെ മുമ്പാകെ ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള, റെയ്ഡിന് വന്ന സമയത്ത് ഒരു ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ള പരാമർശത്തിൻ്റെയും മൊഴിയുടെയും ഭാഗമായിട്ടാണല്ലോ ഈ വിധി വന്നിട്ടുള്ളത്, ഈ ഉത്തരവ് വന്നിട്ടുള്ളത്. അതിനെതിരായിട്ട് തന്നെ കമ്പനി കൊടുത്തല്ലോ, ഞങ്ങൾക്ക് മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ട്. ഇനി അത് വിടുക. മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ പ്രശ്നം. മതിയായിട്ടുള്ള സേവനം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ 3 അംഗ കമ്മീഷനെ വെച്ചത് എന്ന് പറയാനും പറ്റില്ല. കാരണം ഉള്ളടക്കത്തിലേക്ക്, വ്യക്തിപരമായിട്ടുള്ള കാര്യത്തിലേക്ക് അവർ കടക്കുന്നേ ഇല്ല. കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമ്പനീസ് ആക്ട് പ്രകാരം എല്ലാ നിയമ നടപടികളും കോണ്ടംപ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത്. ഇനിയിപ്പം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിൻ്റെത് കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് വരികയാണ്. ഇനി അത് ഹൈക്കോടതിയാണ് പരിശോധിക്കുക. ഇതാണ് CPMന്റെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയിരിക്കുന്ന വിശദീകരണം. ദേശാഭിമാനിയിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ ലേഖനമുണ്ട്. അതിൽ പതിവ് പോലെ രാഷ്ട്രീയ പ്രേരിതം എന്നാണ് അദ്ദേഹം പറയുന്നത്. എല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നതിനാൽ ഉള്ള വിമർശനമാണ്, അല്ലെങ്കിൽ നടപടിയാണ്, പ്രതികാര നടപടിയാണ് എന്നൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇതിനു മുന്നിലുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഇതുവരെ വന്നിട്ടില്ല. അടിമുടി ദുരൂഹതകളാണ് ഉള്ളത് എന്നാണ് ഈ ROCയുടെ റിപ്പോർട്ടിലുള്ളത്. സോഫ്റ്റ്വെയർ സർവീസ് ആവശ്യപ്പെട്ട് CMRL പരസ്യം നൽകിയതിൻ്റെയോ ഇടപാടിന് മുമ്പോ ശേഷമോ CMRLോ എക്സാലോജിക്കോ നടത്തിയ ആശയവിനിമയത്തിനോ രേഖകളൊന്നും തന്നെ സമർപ്പിച്ചിട്ടില്ല. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണത്തിൽ എക്സാലോജിക്ക് CMRL ഇടപാടിനെ പറ്റി ഇങ്ങനെയാണ് അവരുടെ ഒരു നിരീക്ഷണം. കരാർ പോലും എക്സാലോജിക്കിനോ CMRLനോ ഹാജരാക്കാനായിട്ടില്ല. കിട്ടിയ പണത്തിന് GST അടച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് ബംഗളൂരു ROCക്ക് നൽകിയ മറുപടിയിൽ എക്സാലോജിക്ക് ആകെ വിശദീകരിക്കുന്നത്. എന്തിന് പണം കിട്ടിയെന്നതിന് ഒരു തെളിവും എക്സാലോജിക്കിന് ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. കമ്പനീസ് ആക്ട് 2013 പ്രകാരം കമ്പനി കാര്യ ഇടപാടുകളിൽ തട്ടിപ്പ് നടത്തുന്നതിന് എതിരെയുള്ള സെക്ഷൻ 447, രേഖകളിൽ കൃത്രിമത്വം കാണിച്ചതിനെതിരെയുള്ള സെക്ഷൻ 448 എന്നീ വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് ROCയുടെ പ്രാഥമിക അന്വേഷണത്തിലുള്ളത്. തടവും പിഴ ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകളാണിത്. കൂടുതൽ അന്വേഷണത്തിനായി എക്സാലോജിക്കിൻ്റെയും CMRLൻ്റെയും കണക്ക് പുസ്തകങ്ങൾ പരിശോധിക്കണമെന്നാണ് ഈ കണ്ടെത്തലിലുള്ളത്. സർക്കാർ ഓഹരികളുടെ കമ്പനിയാണ് CMRL. കമ്പനീസ് ആക്ട് പ്രകാരം റിലേറ്റഡ് പാർട്ടിയുമായി ഇടപാട് നടത്തുമ്പോൾ അത് ബോർഡിനെ അറിയിക്കണം. ഇവിടെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായുള്ള ഇടപാട് CMRL ബോർഡിനെ അറിയിച്ചിരുന്നില്ല. ഇത് സെക്ഷൻ 188
ലംഘനമാണ്. അതായത് CMRL കുറേ പണം 1.72 കോടി രൂപ എക്സാലോജിക്കിന് കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയതിന് അവർ GST അടച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് എന്തിനാണ്, എന്ത് സേവനത്തിനാണ്, ഇതിനെന്ത് നടപടിക്രമങ്ങളാണ് പാലിച്ചത് എന്നതിലൊന്നും ഒരു വ്യക്തതയുമില്ല. അല്ലെങ്കിൽ ഇതെല്ലാം ദുരൂഹമാണ്, നടപടിക്രമങ്ങളൊന്നും തന്നെ പാലിച്ചിട്ടില്ല. ഇത് എന്തായാലും കൃത്യമായ അന്വേഷണം നടക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വകുപ്പുകൾ പ്രകാരമൊക്കെ ശിക്ഷാ നടപടികൾ നേരിടാൻ ഉതകുന്ന കുറ്റകൃത്യം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.